സംസ്ഥാനത്തെ ശൈശവ വിവാഹങ്ങൾക്കെതിരെ അധികൃതർ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുമ്പോഴും അതിദാരിദ്ര്യത്തിന്റെ പേരിൽ ഒരു 9ാം ക്ലാസ്സുകാരിയുടെ ജീവിതം വഴിമാറ്റാൻ ശ്രമിച്ച് ഞെട്ടിക്കുന്ന സംഭവം മലപ്പുറത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. മലപ്പുറം മാറാക്കര മരവട്ടം പത്തായക്കലിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ വിവാഹ നിശ്ചയം നടത്താനുള്ള ശ്രമമാണ് പോലീസ് ഇടപെട്ട് തടഞ്ഞത്. ഈ സംഭവത്തിന് പിന്നിൽ വലിയ സാമ്പത്തിക അരക്ഷിതാവസ്ഥയുടെയും സാമൂഹിക പ്രശ്നങ്ങളുടെയും കണ്ണീർ കഥയുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇന്നലെയായിരുന്നു 14 വയസ്സ് മാത്രം പ്രായമുള്ള ഈ വിദ്യാർത്ഥിനിയുടെ വിവാഹ നിശ്ചയം തീരുമാനിച്ചിരുന്നത്. വരന്റെ വീട്ടുകാരും ബന്ധുക്കളും ചടങ്ങിനായി പെൺകുട്ടിയുടെ വീട്ടിൽ എത്തിച്ചേർന്നിരുന്നു. എന്നാൽ വിവരം ലഭിച്ചതിനെ തുടർന്ന് കാടമ്പുഴ പോലീസ് സ്ഥലത്തെത്തി ചടങ്ങ് തടയുകയും സംഭവത്തിൽ കേസെടുക്കുകയും ചെയ്തു. വരനും വീട്ടുകാർക്കും എതിരെയും ചടങ്ങിൽ പങ്കെടുത്ത പെൺകുട്ടിയുടെ വീട്ടുകാരും ബന്ധുക്കളും ഉൾപ്പെടെയുള്ളവർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. പ്രാഥമിക അന്വേഷണത്തിലും പെൺകുട്ടിയുടെ വീട്ടുകാരുടെ മൊഴിയിലും വ്യക്തമായത് അതിദാരിദ്ര്യം കാരണമാണ് ഈ ശൈശവ വിവാഹത്തിന് മുതിർന്നതെന്നാണ്. സാമ്പത്തികമായി ഏറെ പ്രയാസത്തിലായിരുന്ന കുടുംബം പെൺകുട്ടിയെ വേഗത്തിൽ വിവാഹം കഴിപ്പിച്ചാൽ തങ്ങൾക്ക് ഒരു ഭാരം ഒഴിയുമെന്ന ചിന്തയിലായിരുന്നു. പെൺകുട്ടിയുടെ പിതാവ് സംരക്ഷണം നൽകാൻ ഇല്ലാത്ത അവസ്ഥയിലായതിനാൽ കുട്ടിയെ വേഗത്തിൽ വിവാഹം ചെയ്ത് വിടുകയല്ലാതെ മറ്റു വഴിയില്ലെന്ന നിലപാടിലായിരുന്നു അമ്മയും വീട്ടുകാരും. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ വിവാഹമുറപ്പിക്കൽ നടക്കുന്നുവെന്നറിഞ്ഞ് സമീപത്തെ ഒരു സാമൂഹ്യ പ്രവർത്തക നേരത്തെ തന്നെ വിഷയത്തിൽ ഇടപെട്ടിരുന്നു. 2 ദിവസം മുമ്പ് സാമൂഹ്യ പ്രവർത്തക പെൺകുട്ടിയുടെ വീട്ടിലെത്തി ശൈശവ വിവാഹം നിയമവിരുദ്ധമാണെന്നും ഈ നീക്കത്തിൽ നിന്ന് പിന്മാറണമെന്നും വീട്ടുകാരോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ തങ്ങളുടെ തീരുമാനത്തിൽ വീട്ടുകാർ ഉറച്ചു നിൽക്കുകയായിരുന്നു. സാമ്പത്തിക പ്രയാസങ്ങൾ ചൂണ്ടിക്കാട്ടി അവർ സാമൂഹ്യ പ്രവർത്തകയുടെ വാക്കുകൾ തള്ളിക്കളഞ്ഞു. വിവാഹത്തിന് തയ്യാറെടുക്കാൻ വീട്ടുകാർ നിർബന്ധിച്ചെങ്കിലും ഈ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് വിവാഹത്തോട് ഒട്ടും താല്പര്യമുണ്ടായിരുന്നു. നന്നായി പഠിച്ചിരുന്ന ഈ കുട്ടിക്ക് പഠനം തുടരാനായിരുന്നു ആഗ്രഹം. തന്റെ ആഗ്രഹം വീട്ടുകാരെ അറിയിച്ചെങ്കിലും അമ്മ സമ്മതിച്ചില്ല. അമ്മയുടെയും മറ്റ് ബന്ധുക്കളുടെയും നിർബന്ധം കാരണം ഒടുവിൽ വിവാഹത്തിന് സമ്മതിക്കുകയായിരുന്നു എന്നാണ് പെൺകുട്ടി പോലീസിനോട് വെളിപ്പെടുത്തിയത്. വിവാഹ നിശ്ചയം തടയാൻ പോലീസ് വീട്ടിലെത്തിയപ്പോൾ പേടിയോടെ ആണെങ്കിലും പെൺകുട്ടി തന്റെ ആഗ്രഹം തുറന്നു പറഞ്ഞു. എനിക്ക് പഠിക്കണം, സഹായിക്കണമെന്ന് അവൾ പോലീസിനോട് ആവശ്യപ്പെട്ടു. സ്വന്തം വീട്ടിൽ നിന്നാൽ വീണ്ടും വിവാഹത്തിന് നിർബന്ധിക്കപ്പെടുമെന്ന ഭയം അവൾക്കുണ്ടായിരുന്നു. പെൺകുട്ടിയുടെ ഈ അഭ്യർത്ഥന പോലീസിനെ കൂടുതൽ വൈകാരികമായ വിഷയത്തിൽ ഇടപെടാൻ പ്രേരിപ്പിച്ചു. പോലീസ് ഉടൻ തന്നെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി പ്രവർത്തകരെ വിവരം അറിയിച്ചു. CWC പ്രവർത്തകരെത്തി കുട്ടിയെ ഏറ്റെടുക്കുകയും തുടർന്ന് സംരക്ഷണ കേന്ദ്രമായ സ്നേഹിതയിലേക്ക് മാറ്റുകയും ചെയ്തു. ഇതോടെ വിവാഹം എന്ന ഭീഷണിയിൽ നിന്ന് ആ 9ാം ക്ലാസ്സുകാരി തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടു. ഇപ്പോൾ സംരക്ഷണ കേന്ദ്രത്തിൽ അവൾക്ക് വിദ്യാഭ്യാസം തുടരുന്നതിനും സുരക്ഷിതമായി ജീവിക്കുന്നതിനും അവസരം ഒരുക്കിയിരിക്കുകയാണ്. വിവാഹത്തിനായി നിശ്ചയിച്ചിരുന്ന പ്രതിശുത്ര വരൻ പ്രായപൂർത്തിയായ ഒരു കൂലിപ്പണിക്കാരനാണ്. ശൈശവ വിവാഹ നിരോധന നിയമപ്രകാരം ഇയാൾക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വരനും വീട്ടുകാർക്കും പെൺകുട്ടിയുടെ മാതാവിനും ചടങ്ങിൽ പങ്കെടുത്ത ബന്ധുക്കൾക്കും എതിരെയാണ് പോലീസ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ദാരിദ്ര്യം കാരണമാണ് വിവാഹം നടത്തിയെന്ന വീട്ടുകാരുടെ വാദം സാമൂഹികമായും നിയമപരമായും നിലനിൽക്കുന്നതല്ല. രാജ്യത്ത് ശൈശവ വിവാഹം ഒരു ഗുരുതരമായ കുറ്റമാണ്. സാമ്പത്തിക പ്രയാസമുള്ള കുടുംബങ്ങൾക്ക് സർക്കാരിനെയും മറ്റ് സാമൂഹിക ഏജൻസികളുടെയും സഹായം തേടാൻ നിരവധി മാർഗങ്ങൾ ഉണ്ടായിരിക്കെ ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസം നിഷേധിച്ച് അവളെ വിവാഹം കഴിപ്പിച്ചയക്കാൻ ശ്രമിച്ചത് വലിയ നിയമ ലംഘനമാണ്. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതിനെ തുടർന്ന് സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടന്നു വരികയാണ്. ശൈശവ വിവാഹത്തിന് പ്രേരിപ്പിച്ചതിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നും വീട്ടുകാരുടെ സാമ്പത്തിക സ്ഥിതിയും പോലീസ് പരിശോധിക്കുന്നുണ്ട്. പെൺകുട്ടിയുടെ വിദ്യാഭ്യാസം മുടങ്ങാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ക്രമീകരണങ്ങൾ CWDC ഉറപ്പാക്കും. ഈ സംഭവം മലപ്പുറം ജില്ലയിലെ സാമൂഹ്യ പ്രവർത്തകർക്ക് ഒരു മുന്നറിയിപ്പാണ്. വിവാഹത്തിന് നിർബന്ധിച്ചപ്പോൾ അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങേണ്ടി വന്ന ആ കുട്ടിയുടെ അവസ്ഥ ഏറെ വേദനാജനകമാണ്. പഠിക്കണമെന്ന ആഗ്രഹം പോലീസിനോട് തുറന്നു പറഞ്ഞ അവളുടെ ധൈര്യം സമൂഹത്തിനൊരു പാഠമാണ്. ദാരിദ്ര്യം കാരണം നിയമവിരുദ്ധമായ ഇത്തരം നീക്കങ്ങൾക്ക് മുതിർന്നതിനേക്കാൾ നിയമപരമായി സഹായം തേടാനുള്ള വഴികൾ ഓരോ വ്യക്തിയും തേടേണ്ടതിന്റെ ആവശ്യകതയാണ് ഈ സംഭവം ചൂണ്ടിക്കാണിക്കുന്നത്.